ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ഓൺലൈൻ ക്ലാസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുന്ന പോർഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിൽ നമ്മൾ എങ്ങനെയാണ് ഗ്യാസ് വെൽഡിംഗ് ചെയ്യുന്നത്, അതിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ നോക്കി. അതേപോലെ അതിന് എന്തൊക്കെ ഉപകരണങ്ങളാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ നോക്കി. അതിൻ്റെ ഒരു ബേസിക് മെത്തേഡ്, അതിൻ്റെ ഹീറ്റ്, ടെമ്പറേച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 3.7 എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കാണ്. അതായത് ടൈപ്സ് ഓഫ് ഓക്സി അസറ്റിലിൻ ഫ്ലെയിംസ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, നമ്മൾ ഓക്സിജൻ്റെ കൂടെ ഫ്യൂവലായിട്ട്, അതായത് കമ്പഷൻ ഉണ്ടാവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫ്യൂവൽ എന്ന് പറയുന്നത് അസറ്റിലിൻ ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ പൊതുവെ ജനറലായിട്ട് ഉപയോഗിക്കുന്നത് അസറ്റിലിൻ ആണ്. അപ്പോൾ അസറ്റിലിൻ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ടൈപ്സ് ഓഫ് ഓക്സി അസറ്റിലിൻ ഫ്ലെയിംസ്. ഈ ഓക്സി അസറ്റിലിൻ ഫ്ലെയിം നമ്മൾ ഗ്യാസ് വെൽഡിങ്ങിന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന് 2-3 ടൈപ്പ് ഫ്ലെയിമുകളുണ്ട്. നമുക്ക് ഈ ഓക്സിജനും അസറ്റിലിനും അതിൻ്റെ റേറ്റിംഗ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട്, അതിൻ്റെ ഫ്ലോ ഓഫ് റേറ്റിംഗ് നമുക്ക് ഒരു ചെറിയ വാൽവ് ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത് വഴി, ഒരു കൺട്രോളർ ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് അതിൻ്റെ ഫ്ലെയിം കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ അപ്പോൾ പല പല ഉപയോഗങ്ങൾക്ക് പല പല ഫ്ലെയിമുകളാണ് ഉപയോഗിക്കുക. ഈ വ്യത്യസ്ത തരം ഫ്ലെയിമുകളാണ് ഉപയോഗിക്കുക. അവ എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. 3.7 ടൈപ്സ് ഓഫ് ഓക്സി അസറ്റിലിൻ ഫ്ലെയിംസ്. The essential requirement for oxyacetylene welding is a well-controlled flame with a sufficient heat which can be easily manipulated to heat the metals without altering the chemical composition of the metal weld. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് അവർ കൊടുത്തിരിക്കുന്നത്. അതെന്താണ് നമുക്ക് നോക്കാം. The essential requirement for oxyacetylene welding, അതായത് ഓക്സി അസറ്റിലിൻ വെൽഡിങ് നമ്മൾ ചെയ്യുമ്പോൾ എസെൻഷ്യൽ റിക്വയർമെൻറ്റ്, നമുക്ക് തീർച്ചയായും നമുക്ക് ആവശ്യം ഉള്ള വെൽ കൺട്രോൾഡ് ഫ്ലെയിം വിത്ത് സഫിഷ്യൻറ്റ് ഹീറ്റ്. അതായത് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഫ്ലെയിം വിത്ത് സഫിഷ്യൻറ്റ് ഹീറ്റ്, നമുക്ക് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ചൂട്, ആ ഫ്ലെയിമിന് സഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ ഓരോത്തിനും ഓരോ ഹീറ്റ് റേഞ്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, അല്ലേ? അപ്പോൾ അതേപോലെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഹീറ്റ് വിച്ച് ക്യാൻ ബി ഈസിലി മാനിപ്പുലേറ്റഡ് ടു ഹീറ്റ് ദ മെറ്റൽസ് വിത്തൗട്ട് ആൾട്ടറിങ് ദ കെമിക്കൽ കോമ്പോസിഷൻ. അതായത് നമ്മുടെ ഹീറ്റ്, നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള സഫീഷ്യൻറ്റ് ഹീറ്റിങ് ഈ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ലഭിക്കും. വിത്തൗട്ട് ആൾട്ടറിങ് ദ കെമിക്കൽ കോമ്പോസിഷൻ, നമുക്ക് അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ മാറ്റാതെ തന്നെ, അതായത് ഇപ്പോൾ ഓക്സിജനിൻ്റെ കൂടെ അസറ്റിലിൻ എന്നുള്ള ഇതിൽ ഓക്സിജൻ മസ്റ്റാണ്. ഈ അസറ്റിലിൻ എന്ന് പറയുന്ന ഫ്യൂവലിന് പകരം നമുക്ക് വേറെ ഫ്യൂവൽസ് ഉപയോഗിക്കാം. പക്ഷേ അങ്ങനെ വേറെ ഫ്യൂവൽ, ഡിഫറെൻറ്റ് ചൂട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഹീറ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കെമിക്കൽ മാറ്റാതെ, അതായത് ആ ഫ്യൂവൽ മാറ്റാതെ, അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ മാറ്റാതെ തന്നെ ഈ ഫ്ലെയിംസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള സഫിഷ്യൻറ്റ് ഹീറ്റ് നമുക്ക് ലഭിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അതായത് നമുക്ക് കെമിക്കലി അതിൻ്റെ ഫോം, ഓക്സി അസറ്റിലിൻ ഫ്ലെയിം ഉപയോഗിച്ച് നമ്മൾ വെൽഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഹീറ്റ് ഇൻപുട്ട് ചിലപ്പോൾ വെൽഡ് ചെയ്യുമ്പോൾ കുറച്ച് മതിയായിരിക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ മീഡിയം ലെവൽ ചൂട് മതിയായിരിക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ കുറച്ച് കൂടിയ ചൂട് നമുക്ക് ഒരു ഹീറ്റ് ഇൻപുട്ട് നമുക്ക് വേണ്ടി വരും. അപ്പോൾ അവയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നമുക്ക് പലതരം ഹീറ്റ് ഇൻപുട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കെമിക്കൽ കോമ്പോസിഷൻ മാറ്റാതെ തന്നെ ഓക്സി അസറ്റിലിൻ വെച്ചുകൊണ്ട് തന്നെ, ഓക്സി അസറ്റിലിൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ വ്യത്യസ്ത തരം ഹീറ്റ് ഇൻപുട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഫ്ലെയിംസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അങ്ങനെയുള്ള ഫ്ലെയിംസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു 2-3 ടൈപ്പ് ഫ്ലെയിംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഫ്ലെയിംസ് ടൈപ്പ്. മെയിൻലി 3 ടൈപ്സ് ഓഫ് ഫ്ലെയിംസ് ആർ യൂസ്ഡ് ഇൻ ദിസ് ഗ്യാസ് വെൽഡിങ്. 3 ടൈപ്പ് ഫ്ലെയിംസ് ആണ് നമ്മൾ ഗ്യാസ് വെൽഡിങ്ങിൽ ഉപയോഗിക്കാറ്. ഒന്ന് ന്യൂട്രൽ ഫ്ലെയിം, നെക്സ്റ്റ് വൺ ഓക്സിഡൈസിങ് ഫ്ലെയിം,
തേർഡ് വൺ കാർബറൈസിങ് ഫ്ലെയിം. വളരെ ഈസി അല്ലേ? ഒന്ന് ന്യൂട്രൽ ഫ്ലെയിം, ഓക്കെ, ഒന്ന് ഓക്സിഡൈസിങ് ഫ്ലെയിം, അടുത്തത് കാർബറൈസിങ് ഫ്ലെയിം. ഓക്കെ, ദി സെലക്ഷൻ ഓഫ് ദ ഫ്ലെയിം ഈസ് ബേസ്ഡ് ഓൺ ദ മെറ്റൽ ടു ബി വെൽഡഡ്. നോർമലി ന്യൂട്രൽ ഫ്ലെയിം ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ്. സെലക്ഷൻ ഓഫ് ദ ഫ്ലെയിം ഈസ് ബേസ്ഡ് ഓൺ ദ മെറ്റൽ ഓഫ് ദ വെൽഡ്. അതായത് നമ്മൾ ഏത് മെറ്റലാണോ നമ്മൾ വെൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ഫ്ലെയിം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഒരു മെറ്റൽ വെൽഡ് ചെയ്യുമ്പോൾ അത് ന്യൂട്രൽ ഫ്ലെയിമിലാണോ വെൽഡ് ചെയ്യേണ്ടത്, അല്ല കാർബറൈസിങ് ഫ്ലെയിം ആണോ ഓക്സിഡൈസിങ് ഫ്ലെയിം ആണോ എന്ന് നമ്മൾ ചൂസ് ചെയ്യുന്നത് ആ മെറ്റലിനെ അനുസരിച്ചിരിക്കും. ഓക്കെ, നോർമലി ജനറൽ കണ്ടീഷൻസിൽ നമ്മൾ ന്യൂട്രൽ ഫ്ലെയിം തന്നെയാണ് നമ്മൾ ഗ്യാസ് വെൽഡിങ്ങിൽ പൊതുവെ സാധാരണയായി നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. 3.7.1 ന്യൂട്രൽ ഫ്ലെയിം. അപ്പോൾ ഈ 3 ഫ്ലെയിമുകളെ കുറിച്ചാണ് ഇനി അങ്ങോട്ട് പറയുന്നത്. അതിൽ ന്യൂട്രൽ ഫ്ലെയിം. ദ ന്യൂട്രൽ ഫ്ലെയിം ഈസ് ഫോംഡ് വിത്ത് ഓക്സിജൻ ആൻഡ് അസറ്റിലിൻ ഇൻ ഈക്വൽ പ്രപ്പോർഷൻ. ഓക്കെ, അതായത് ന്യൂട്രൽ ഫ്ലെയിം എന്ന് പറയുന്നത്, ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വണ്ടികളിൽ നമ്മൾ ന്യൂട്രൽ ഗിയർ ന്യൂട്രൽ ഇടുക എന്നൊക്കെ നമ്മൾ പറയും. അതെന്താണ്? അത് ന്യൂട്രൽ എന്നവിടെ ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഗിയറിലല്ലാത്ത ഒരവസ്ഥ, അതായത് ഇൻ്റർമീഡിയറ്റ് അല്ലേ? അതുപോലെ തന്നെ ഇവിടെ ന്യൂട്രൽ ഫ്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടുതലല്ല ഒന്നും കുറവുമല്ല, അതാണ് ന്യൂട്രൽ അല്ലേ? ഈക്വൽ പ്രപ്പോർഷൻ. ഓക്സിജനും അസറ്റിലിനും തുല്യ അളവിൽ, ഈക്വൽ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് തുല്യ അളവെന്നാണ്. ഓക്സിജനും അസറ്റിലിനും തുല്യ അളവിൽ നമ്മൾ കൊടുക്കുന്നതാണ് ന്യൂട്രൽ ഫ്ലെയിം. ഓക്കെ, കംപ്ലീറ്റ് കമ്പഷൻ ടേക്സ് പ്ലേസ് ഇൻ ദിസ് ഫ്ലെയിം. കംപ്ലീറ്റ് കമ്പഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും ഈ ഫ്യൂവൽസ് പൂർണ്ണമായും ഇവിടെ കത്തി അമരുന്നു. ഓക്കെ, ദിസ് ഫ്ലെയിം ഡസ് നോട്ട് ഹാവ് ബാഡ് ഇഫക്ട്സ് ഓൺ മെറ്റൽസ്. ഈ ഫ്ലെയിമിന് ബാഡ് എഫക്ട്സ്, അതായത് ആ മെറ്റലിന് ദൂഷ്യമായിട്ടുള്ള ഒന്നും തന്നെ ഈ ഫ്ലെയിം വഴി ഒന്നും ആ മെറ്റലിന് സംഭവിക്കില്ല. എ ന്യൂട്രൽ ഫ്ലെയിം ഈസ് യൂസ്ഡ് ടു വെൽഡ് മോസ്റ്റ് ഓഫ് ദ കോമൺ മെറ്റൽസ്. മോസ്റ്റ് കോമൺ ആയിട്ട് ന്യൂട്രൽ ഫ്ലെയിം വെച്ചിട്ട് നമുക്ക് എല്ലാം തന്നെ മോസ്റ്റ് കോമൺ മെറ്റൽസ് എല്ലാം തന്നെ നമുക്ക് വെൽഡ് ചെയ്യാം. മൈൽഡ് സ്റ്റീൽ, കാസ്റ്റ് അയോൺ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, കോപ്പർ ആൻഡ് അലുമിനിയം എന്നിവയൊക്കെ നമുക്ക് ഇത് ഉപയോഗിച്ച് വെൽഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ന്യൂട്രൽ ഫ്ലെയിം എന്ന് പറയുന്നത്. ഓക്സിജനും അസറ്റിലിനും ഈക്വൽ പ്രപ്പോർഷൻ, അതായത് തുല്യ അളവിൽ നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഫ്ലെയിമാണ് എന്ത്? ന്യൂട്രൽ ഫ്ലെയിം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമുക്ക് നോക്കാം. 3.7.2 ഓക്സിഡൈസിങ് ഫ്ലെയിം അല്ലേ? അതെന്താണെന്ന് നോക്കാം. ഓക്സിഡൈസിങ് ഫ്ലെയിം ഈസ് ഫോംഡ് വിത്ത് എക്സസീവ് ഓക്സിജൻ. ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇതിനുള്ള ഒരു ഉത്തരം കിട്ടി. എന്താണ് ഓക്സിഡൈസിങ് ഫ്ലെയിം? എക്സസീവ് ഓക്സിജൻ ആണ് ഓക്സിഡൈസിങ് ഫ്ലെയിം. നമ്മുടെ ഫ്ലെയിമിൽ എക്സസീവ് ഓക്സിജൻ കൊടുക്കുകയാണ്. മുൻപ് നമ്മൾ ന്യൂട്രൽ ഫ്ലെയിമിൽ രണ്ടും തുല്യ അളവിൽ കൊടുത്തപ്പോഴാണ് അത് ന്യൂട്രൽ ഫ്ലെയിം ആയത്. ഇവിടെ ഓക്സിഡൈസിങ് ഫ്ലെയിം ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓക്സിജൻ കൂടുതൽ കൊടുക്കുമ്പോൾ, എക്സസീവ് ഓക്സിജൻ ഒരു ഫ്ലെയിമിൽ നമ്മൾ കൊടുക്കുമ്പോഴാണ് ഓക്സിഡൈസിങ് ഫ്ലെയിം എന്നതിനെ നമ്മൾ പറയപ്പെടുന്നത്. ഓക്കെ, ദ ഫ്ലെയിം ഹാസ് ഓക്സിഡൈസിങ് എഫക്റ്റ് ഓൺ ദ മെറ്റൽസ്. ഈ ഓക്സിഡൈസിങ് എഫക്റ്റ് നമ്മൾ മുന്നേ കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദ ഫ്ലെയിം ഹാസ് ഓക്സിഡൈസിങ് എഫക്റ്റ് ഓൺ ദ മെറ്റൽസ്, അതായത് ഓക്സിഡൈസിങ് എഫക്റ്റ് ഈ മെറ്റൽസിൽ ക്രിയേറ്റ് ചെയ്യും. ദ ഓക്സിഡൈസിങ് ഫ്ലെയിം ഈസ് യൂസ്ഫുൾ ഓൺലി ഫോർ ദ വെൽഡിംഗ് ഓഫ് ബ്രാസ് ആൻഡ് ടു കൺട്രോൾ ദ ബേണിംഗ് ഓഫ് സിങ്ക്. എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഈ ഓക്സിഡൈസിങ് ഫ്ലെയിം? ദ ഓക്സിഡൈസിങ് ഫ്ലെയിം ഈസ് യൂസ്ഫുൾ ഓൺലി ഫോർ ദ വെൽഡിംഗ് ഓഫ് ബ്രാസ്. ബ്രാസ് വെൽഡ് ചെയ്യാനാണ് നമ്മൾ ഈ ഓക്സിഡൈസിങ് ഫ്ലെയിം ഉപയോഗിക്കുന്നത്. അതേപോലെ ആൻഡ് ടു കൺട്രോൾ ദ ബേണിംഗ് ഓഫ് സിങ്ക്, നമുക്ക് ബേണിംഗ് ഓഫ് സിങ്ക് ഓക്കെ അത് ബേൺ ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഓക്സിഡൈസിങ് ഫ്ലെയിം നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞു, നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള എല്ലാ
മെറ്റൽസിന് നമ്മൾ ന്യൂട്രൽ ഫ്ലെയിംസ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓക്സിഡൈസിങ് ഫ്ലെയിം എന്ന് പറയുന്നത് ഓക്സിജൻ, എക്സസീവ് ഓക്സിജൻ കൊടുക്കുന്നത് ഈ ബ്രാസും അതേപോലെ കൺട്രോളിങ് ദ ബേണിംഗ് ഓഫ് സിങ്കിന്റെ ബേണിംഗ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഓക്സിഡൈസിങ് ഫ്ലെയിം വളരെ റെയർ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഡയഗ്രാം കണ്ടാൽ മനസ്സിലാവും ഓക്സിജൻ കണ്ടന്റ് കൂടുതലായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാർബറൈസിങ് ഫ്ലെയിം 3.7.3 കാർബറൈസിങ് ഫ്ലെയിം. This flame contains excessive of acetylene. നമ്മൾ പറഞ്ഞ പോലെ ആദ്യത്തേതിൽ ന്യൂട്രൽ ഫ്ലെയിം 2 വീക്കിലായിരുന്നു. ഓക്സിഡൈസിങ് ഫ്ലെയിമിൽ ഓക്സിജൻ കൂടുതലായിരുന്നു. ഇവിടെ കാർബറൈസിങ് ഫ്ലെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെയുള്ള നമ്മുടെ ഏക മീഡിയം എന്ന് പറയുന്നത് അസറ്റിലിൻ ആണ്. ഓക്കെ, അപ്പോൾ എക്സസീവ് അസറ്റിലിൻ കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? കാർബറൈസിങ് ഫ്ലെയിം ആണ്. ഓക്കെ, this flame has carburizing effect on the steel, causing hard and brittle weld. നമ്മൾ മുന്നത്തെ ഓക്സിഡൈസിങ് ഫ്ലെയിമിൽ എക്സസീവ് ഓക്സിജൻ കൊടുക്കുമ്പോൾ അവിടെ എന്താണ്? ഓക്സിഡേഷൻ ഉണ്ടാവുന്നു. ഇവിടെ നമ്മൾ എക്സസീവ് അസറ്റിലിൻ കൊടുക്കുമ്പോൾ കാർബറൈസിങ് എഫക്റ്റ് ഉണ്ടാവുന്നു. ഓക്കെ, അതുകൊണ്ടാണ് കാർബറൈസിങ് ഫ്ലെയിം എന്ന് പറയുന്നത്. ഈ കാർബറൈസിങ് എഫക്റ്റ് എന്ത് ചെയ്യുന്നു? ഇത് കോസിങ് ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ വെൽഡ്. ഓക്കെ, ഹാർഡ് വെൽഡ് ആയിരിക്കും, നല്ല ഹാർഡായിട്ടുള്ള ബ്രിട്ടിൽനെസ്. അതായത് പെട്ടെന്ന് ഈ ഹാർഡ്നെസ് കൂടുന്നത് മൂലം ഉടഞ്ഞു പോകാൻ, നമ്മൾ താഴെയൊക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രിട്ടിൽനെസ് അതായത് ബ്രിട്ടിൽ വെൽഡ് എന്നാണ് പറയുക. ബ്രിട്ടിൽനെസ് എന്നാണ് പറയുക. അതൊരു മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ്, ഒരു മെറ്റലിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ് ബ്രിട്ടിൽനെസ്. ഓക്കെ, this weld is useful for hard facing and welding of steel pipes. അപ്പോൾ അത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഹാർഡ് ഫേസിങ് ആയിട്ടുള്ള ഹാർഡ് ഫേസിങ് ചെയ്യാനും വെൽഡിങ് ഓഫ് സ്റ്റീൽ പൈപ്പുകൾ വെൽഡ് ചെയ്യാനുമാണ് ഈ കാർബറൈസിങ് ഫ്ലെയിം ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതും ഈ നമ്മുടെ കാർബറൈസിങ് ഫ്ലെയിമും ഉപയോഗിക്കുന്നത് വളരെ ചുരുക്കം ചില ആവശ്യ ഘട്ടങ്ങളിലാണ് എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഈ 3 ഫ്ലെയിംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്കോടുകൂടി ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ ഇന്നിപ്പോൾ ആദ്യം തൊട്ട് എന്താണ് പഠിച്ചതെന്നുള്ളതൊന്ന് നോക്കാം. നമ്മൾ ടൈപ്സ് ഓഫ് ഓക്സി അസറ്റിലിൻ ഫ്ലെയിംസ് ആണ് ഇന്ന് നമ്മൾ എടുത്തത്. അപ്പോൾ എന്തൊക്കെയാണത്? നമുക്ക് കെമിക്കൽ കോമ്പോസിഷൻ മാറ്റാതെ തന്നെ ഡിഫറെൻ്റ് ഹീറ്റ് ഇൻപുട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഫ്ലെയിംസ് കൺട്രോൾ ചെയ്യുകയാണ്. നമ്മൾ ഓക്സി അസറ്റിലിൻ്റെ റേറ്റ് ഓഫ് പ്രപ്പോർഷൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് 3 ടൈപ്പിലുള്ള ഫ്ലെയിംസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ആ 3 ടൈപ്പ് ഫ്ലെയിംസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രൽ ഫ്ലെയിം, ഓക്സിഡൈസിങ് ഫ്ലെയിം, കാർബറൈസിങ് ഫ്ലെയിം. ഓക്കെ, ന്യൂട്രൽ ഫ്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ്? ന്യൂട്രൽ ഫ്ലെയിം എന്ന് പറയുന്നത് നമ്മൾ ഓക്സിജനും അസറ്റിലിനും ഈക്വൽ പ്രപ്പോർഷൻ, നമ്മുടെ 2 ഫ്യൂവൽസ് 2 മീഡിയംസ് നമ്മൾ ഈക്വൽ പ്രപ്പോർഷൻ തുല്യ അളവിൽ നമ്മൾ കൊടുക്കുമ്പോൾ എന്താവുന്നു? ഇത് ന്യൂട്രൽ ഫ്ലെയിം ആവുന്നു. മോസ്റ്റ് കോമൺലി നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാ മെറ്റലും മെജോറിറ്റി ആയിട്ടുള്ള എല്ലാ മെറ്റലും വെൽഡ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? ന്യൂട്രൽ ഫ്ലെയിം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് രണ്ടാമത്തേത് ഓക്സിഡൈസിങ് ഫ്ലെയിം ആണ്. ഓക്സിഡൈസിങ് ഫ്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ എക്സസീവ് ആയിട്ട് കൊടുക്കുന്നു. അധികമായി ഓക്സിജൻ നൽകുമ്പോഴാണ് ഓക്സിഡൈസിങ് ഫ്ലെയിം ക്രിയേറ്റ് ആവുന്നത്. അവ ഓക്സിഡൈസിങ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അവ എന്തിനാണ് വെൽഡ് ചെയ്യുന്നത്? അതായത് ബ്രാസ് വെൽഡ് ചെയ്യാനും ബേണിംഗ് ഓഫ് അതായത് സിങ്ക് ബേൺ ചെയ്യാൻ കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഓക്സിഡൈസിങ് ഫ്ലെയിം ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് കാർബറൈസിങ് ഫ്ലെയിം ആണ്. കാർബറൈസിങ് ഫ്ലെയിം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കാർബറൈസിങ് ഫ്ലെയിം ഉണ്ടാകുന്നത് നമ്മൾ അസറ്റിലിൻ, നമ്മുടെ അടുത്ത മീഡിയം ആയ അസറ്റിലിൻ എക്സസീവ് കൊടുക്കുമ്പോഴാണ് കാർബറൈസിങ് ഫ്ലെയിം ഉണ്ടാകുന്നത്. കാർബറൈസിങ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ചെയ്യുന്നത് മൂലം ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ വെൽഡാണ് നമുക്ക് ലഭിക്കുന്നത്. അത് സ്റ്റീൽ പൈപ്സ് ഒക്കെ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്നത് ന്യൂട്രലും അടുത്ത 2 സ്പെഷ്യൽ പർപ്പസസിനൊക്കെ വേണ്ടിയിട്ട് വളരെ ചുരുക്കം ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഓക്സിഡൈസിങ് ഫ്ലെയിമും കാർബറൈസിങ് ഫ്ലെയിമും. ഓക്കെ അല്ലേ?
അപ്പോൾ ഇത്രയും എടുത്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ക്ലാസ്സിൽ കാണുന്നവരെ ബൈ ബൈ.